മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇഗ്നോർ മണി. നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഈ നിമിഷം ഇന്നത്തെ നിങ്ങളുടെ സാമ്പത്തിക നില കൃത്യമായി കണക്കറിയാവുന്നവർ കൈവക്കുക. ഇന്നത്തെ എൻ്റെ അസറ്റ് ഇത്രയാണ്, എൻ്റെ ലയബിലിറ്റി ഇത്രയാണ്, ഞാൻ കൊടുക്കാനുള്ള എത്രയാണ്, എനിക്ക് കിട്ടാനുള്ള ഇത്രയാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയുണ്ട്. കൃത്യമായിരിക്കണം. ഒരു രൂപയുടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വരും. സത്യസന്ധമായിട്ടായിരിക്കണം കൈവക്കുന്നത്. കൈവക്കാത്തവർ, മോസ്റ്റ് ഓഫ് യു ഡോണ്ട് ലുക്ക് അറ്റ് മണി. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാറില്ല. നിങ്ങൾക്ക് പേടിയാണ്. നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക നില എന്ത് എന്ന് മനസ്സിലാക്കാൻ, അത് തിരിച്ചറിയാൻ, അതിൻ്റെ കൃത്യമായ കണക്കെടുക്കാൻ സത്യത്തിൽ നിങ്ങൾക്ക് പേടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യില്ല? യു നെവർ ലുക്ക് അറ്റ് യുവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ചെയ്യരുത്. എല്ലാ ദിവസവും രാവിലെ, അത് വെദർ ഇറ്റ് ഈസ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വാട്ട് എവർ ഡേ, എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുന്നേ എൻ്റെ കമ്പനിയുടെ മുഴുവൻ കണക്കും, ഏതൊക്കെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ട്, ഏതൊക്കെ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, ഏതൊക്കെ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കിട്ടാനുണ്ട് എന്നതിൻ്റെ കൃത്യമായ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അന്നത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ഒരു ദിവസമല്ല, എല്ലാ ദിവസവും രാവിലെ ഞാൻ എൻ്റെ കണക്ക് നോക്കും. കാരണം ഞാൻ റീറൈറ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നല്ലോ എനിക്ക്. ഞാൻ നിങ്ങളെപ്പോലെയായിരുന്നു. എൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്നോ, എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്നോ, എൻ്റെ പേഴ്സിൽ എത്ര രൂപയുണ്ടെന്നോ, ഞാൻ ആർക്കൊക്കെ കൊടുക്കാനുണ്ടെന്നോ, എനിക്ക് ആരൊക്കെ തരാനുണ്ടെന്നോ ഒരു കയ്യും കണക്കും എനിക്കില്ലായിരുന്നു. ബട്ട് നൗ, ഈ നിമിഷം ഞാൻ പറയുകയാണ്, ഞാൻ റീറൈറ്റ് ചെയ്ത എൻ്റെ കഥയ്ക്കകത്തെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കാണുന്നത് എന്താണെന്നറിയോ? ഞാനും എൻ്റെ കമ്പനിയും ഈസ് എ സീറോ ഡെപ്റ്റ് കമ്പനി. 1 രൂപ പോലും ഒരാൾക്കും കൊടുക്കാനില്ല. സീറോ ഡെപ്റ്റ് കമ്പനി.